ബെരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ വേദശാസ്ത്രം വളരെ ചുരുങ്ങിയ രൂപത്തിൽ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ചുരുക്ക രൂപം അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ഉപദേശങ്ങൾ നാട്ടിൽ പരക്കുമ്പോൾ, പലതരത്തിലുള്ള റൂമറുകൾ പരക്കുമ്പോൾ എന്താണ് കർത്താവിൻ്റെ ഉപദേശം? ആ ഉപദേശം എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരും അവകാശപ്പെടും ഇതാണ് ശരി എന്ന് അവകാശപ്പെടും. നമുക്കറിയാം. ഇപ്പം ഞാനിവിടെ വന്നത് പറയുമ്പോഴും ഇത് നിങ്ങൾ അവകാശപ്പെടുന്നത് എന്ന രീതിയിൽ വേണമെങ്കിൽ ശ്രദ്ധിക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഈ വേദശാസ്ത്രം എന്ന രീതിയിൽ പറയുന്നത് എൻ്റെ കണ്ടുപിടുത്തമല്ല. അത് ട്രഡീഷണലി ക്രിസ്ത്യൻ ചർച്ച്, പ്രൊട്ടസ്റ്റൻറ്റ്, ഈവാഞ്ചലിക്കൽ, റീഫോംഡ് ചർച്ചസ് ലോകമെമ്പാടും വിശ്വസിക്കുന്ന അതേ ഫെയ്ത്ത് തന്നെയാണ്. മെയിൻ ലൈൻ ചർച്ചുകളെല്ലാം ഫോളോ ചെയ്യുന്ന ആ ഫെയ്ത്ത് ഡോക്ട്രിൻസാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം അത് കൃത്യമായി പ്രസംഗിക്കപ്പെട്ടില്ലെങ്കിൽ പലതരത്തിലുള്ള ദുരുപദേശങ്ങളും ഡൈവേർഷൻസും ഉണ്ടാകുമെന്നുള്ളതുകൊണ്ടാണ് എന്താണ് ഉപദേശമെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് അത്യാവശ്യമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു സീരീസ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളെക്കുറിച്ചും വേദപുസ്തകത്തിൻ്റെ ദ ഹോൾ ഓഫ് ദ ബൈബിൾ മൊത്തത്തിൽ എന്തു പറയുന്നു? ഇപ്പോൾ ദൈവം ആര് എന്ന ചോദ്യത്തിന് ബൈബിൾ മൊത്തത്തിൽ എന്തു പറയുന്നു? അതിന് ബൈബിളിലെ വിവിധമായ വാക്യങ്ങൾ ചേർന്ന് നമ്മളൊരു ഹോളിസ്റ്റിക് പിക്ചർ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും, അതിനാണ് നമ്മൾ തിയോളജി എന്ന് പറയുന്നത്, സിസ്റ്റമാറ്റിക് തിയോളജി എന്ന് പറയുന്നത്. അതായത് ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ അറിയണമെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് ദ ഹോൾ ബൈബിൾ എന്തു പറയുന്നു എന്നുള്ളത് ഫോർമുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് തിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ആ വ്യവസ്ഥിത ദൈവശാസ്ത്രം ചുരുക്കമായി മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ്, അതായത് ദൈവം ആര് എന്ന് വേദപുസ്തകം എങ്ങനെ വെളിപ്പെടുത്തുന്നു, ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്, ദൈവത്തിൻ്റെ ഗുണങ്ങൾ, സ്വഭാവ സവിശേഷതകൾ രണ്ട് തരത്തിലുണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഒന്ന്, മനുഷ്യനിലേക്ക് പകർത്താൻ പറ്റില്ലാത്ത, ദൈവത്തെ ദൈവമെന്ന് നിർവചിക്കാൻ ഉപയോഗിക്കുന്ന ഗുണങ്ങളാണ്. അത് നമുക്കൊരിക്കലും അങ്ങനെ ആകാൻ സാധിക്കില്ല. അതിലൊന്നാണ് ദൈവത്തിൻ്റെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഗോഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ്. നമുക്കൊരിക്കലും ഇൻഡിപെൻഡൻ്റ് ആകാൻ പറ്റില്ല. നമ്മളെപ്പോഴും ദൈവത്തിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. എന്നാൽ ദൈവം ആരിലും ഡിപ്പെൻഡൻ്റ് അല്ല. ഹി ഡസ് നോട്ട് നീഡ് ഹിസ് ഓൺ ക്രിയേഷൻ ഓർ എനിത്തിങ് ഫോർ ഹിസ് എക്സിസ്റ്റൻസ്. ഹി സെൽഫ് എക്സിസ്റ്റൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. അതായത് ദൈവത്തിന് മുട്ടുണ്ടായതുപോലെ നിലവിളിക്കുകയോ എന്തെങ്കിലും ആവശ്യമുള്ളവനെ പോലെ വിലപിക്കുകയോ ചെയ്യുന്നില്ല. ദൈവം മനുഷ്യനില്ലെങ്കിലും ദൈവത്തിന് കുഴപ്പമൊന്നുമില്ല. പലപ്പോഴും നമ്മൾ അഹങ്കാരത്തോടെ പറയാറുണ്ട്, ഞാനില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്നുള്ള രീതിയിൽ. ദൈവത്തിന് അതൊരു പ്രശ്നമല്ല. ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നത് വലിയൊരു കരുണയാണ്. ഞാനല്ലെങ്കിൽ വേറൊരാൾ. ദൈവത്തിന് കല്ലുകളിൽ നിന്ന് വരെ ആർപ്പുവിളി ഉയർത്തുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മൾ വായിച്ചിട്ടുണ്ട്. കല്ലുകളിൽ നിന്ന് മക്കളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ദൈവമാണ്. ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മൾ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം ആരെയും ആശ്രയിക്കുന്നില്ല. ദൈവത്തിന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം. എന്നാൽ ദൈവത്തിൻ്റെ വേല നമ്മളെ ഏൽപ്പിക്കുന്നത് ദൈവം നമ്മോട് കാണിക്കുന്ന ഒരു കരുണ എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനുള്ളത്. ദൈവത്തിൻ്റെ അപ്പോൾ രണ്ടാമത് നമ്മൾ കണ്ടത് ഇമ്മ്യൂട്ടബിൾ നേച്ചർ, അതായത് ദൈവം മാറ്റം വരാത്ത ദൈവമാണ്. ദൈവത്തിൻ്റെ എസെൻഷ്യൽ നേച്ചർ ഒന്നും മാറുന്നില്ല. അതായത് ദൈവം എപ്പോഴും ത്രിയേക ദൈവമെങ്കിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ എസെൻഷ്യൽ നേച്ചർ, ദ സബ്സ്റ്റൻസ് ഓഫ് ഗോഡ്സ് നേച്ചർ നെവർ ചേഞ്ചസ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ക്യാരക്ടർ ബേസിക്കലി മാറുന്നില്ല. ഇത് മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കുഴപ്പമുണ്ട്. നമ്മോട് വാഗ്ദത്തം ചെയ്ത ദൈവം പിന്നെ മാറിപ്പോയി എന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെ ദൈവം ഇമ്മ്യൂട്ടബിൾ ആണ്. ദൈവത്തിന് ഒരിക്കലും മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ സെക്യൂരിറ്റിക്ക് തന്നെ ആവശ്യമാണ്. സോ ഗോഡ് ഈസ് ബിലീവബിൾ, ഗോഡ് ഈസ് ട്രസ്റ്റ് വർത്തി ബിക്കോസ് ഈസ് ഇമ്മ്യൂട്ടബിൾ. അതുകൊണ്ട് മാറ്റം വരാത്തവനായ ദൈവത്തെ നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം ദൈവത്തിനെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുമെന്നും അങ്ങനെയൊക്കെ പറയുന്നത്, ദൈവത്തെ നമുക്ക് മാറ്റാൻ കഴിയുമെന്നൊക്കെ പറയുന്നത് തികച്ചും തെറ്റായ കാര്യമാണ്. എന്നാൽ പ്രാർത്ഥനയുടെ കാര്യം വരുമ്പോൾ, മാനസാന്തരത്തിൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് ദൈവം മാറ്റം വരുന്നവനായി കാണുന്നുണ്ട്. ഇപ്പോൾ യോനയുടെ കഥ വായിക്കുമ്പോൾ ദൈവത്തിന് മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്? യോനയുടെ കഥയിൽ നമ്മൾ ആദ്യം കാണുന്ന നിനവെ പട്ടണം വളരെ പാപത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു പട്ടണമായിട്ടാണ്. ആ പട്ടണത്തോട് ദൈവത്തിന് ക്രോധമുണ്ട്. പാപത്തോടുള്ള ദൈവത്തിൻ്റെ ക്രോധം എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിളാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. പാപത്തെ ഒരിക്കലും ദൈവം ടോളറേറ്റ് ചെയ്യുന്നില്ല. ഇൻ ദാറ്റ് ഹിസ് ക്യാരക്ടർ ഡസ് നോട്ട് ചേഞ്ച്. എന്നാൽ ഹൃദയം മുറിഞ്ഞവർക്ക് അവൻ എപ്പോഴും സമീപസ്ഥനാണ് താനും. ആ ക്യാരക്ടർ ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യോനയുടെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് മാനസാന്തരപ്പെടുന്നവരോട്, ഹൃദയം നുറങ്ങിയവർക്ക് ദൈവം എപ്പോഴും സമീപസ്ഥനായിരിക്കുമ്പോൾ കഠിനമാക്കുന്നവരോട്, ദൈവത്തിനെതിരെ നിൽക്കുന്നവരോട് ദൈവം എപ്പോഴും, പാപം ചെയ്യുന്നവരോട് എപ്പോഴും ദൈവം അകന്നു തന്നെ നിൽക്കുന്നു. ആ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇമ്മ്യൂട്ടബിൾ ഗോഡ് എന്ന് പറയുന്നത് ഒരു വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്.
അതുപോലെ ദൈവം എറ്റേണലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ആരംഭവും അവസാനവുമില്ല. ദൈവത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ സക്സഷൻ ഓഫ് മോമെൻറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇങ്ങനെയായിരുന്നു, ഇന്നിങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള ഒരു തുടർച്ച ഇല്ല. ദൈവം എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ദർ ഇസ് നോ ചേഞ്ച് ടു ഹിം. അതുപോലെ തന്നെ എറ്റേണൽ ആണെന്ന് പറഞ്ഞു കഴിയുമ്പം ടൈം അനുസരിച്ചുള്ള ആച്ഛാദനം കർത്താവിന് സംഭവിക്കുന്നില്ല, കാലത്തിനൊത്തുള്ള മാറ്റം സംഭവിക്കുന്നില്ല. അങ്ങനെ ഒരു കാലം ദൈവത്തെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളതാണ്. ഹീസ് എറ്റേണൽ. നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ എറ്റേണൽ ലൈഫ് നമുക്കുണ്ട്, പക്ഷെ നമ്മൾ ഒരിക്കലും എറ്റേണൽ ബീയിങ് അല്ല. വി ആർ ഫൈനൈറ്റ് ബീയിങ്സ്. സ്വർഗത്തിൽ ചെല്ലുമ്പോഴും നമ്മൾ ഒരു ഫൈനൈറ്റ് ബീയിങ് തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ സക്സഷൻ ഓഫ് മോമെൻറ്റ്സ് ഉണ്ട്. എന്നാൽ ദൈവത്തിന് ഒരിക്കലും നമ്മുടെ ഉള്ളിൽ തുടർച്ചയായ നിമിഷങ്ങൾ, അതായത് ഒരു നിമിഷത്തിനപ്പുറത്ത് വേറൊരു നിമിഷം, അങ്ങനെ ഒരു കാര്യം ദൈവത്തിൻ്റെ വ്യക്തിത്വത്തിലില്ല. അതിനാണ് നമ്മൾ എറ്റേണിറ്റി എന്ന് പറയുന്നത്. ഓംനി പ്രസൻസ് എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഓംനി പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വവ്യാപിത്വമാണ്. ദൈവം എല്ലായിടത്തും ഉണ്ട്. ദൈവമില്ലാത്തൊരു സ്ഥലവുമില്ല. ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തിരി സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോഴത്തേക്കും ദൈവം നരകത്തിലുണ്ടോ? ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ പ്രസൻസാണ് നരകത്തിലുള്ളത്, പാപത്തോടുള്ള ദൈവത്തിൻ്റെ ക്രോധം. ദൈവത്തിൻ്റെ എല്ലാ വികാരങ്ങളും വിശുദ്ധമാണ്. ദൈവം ഇല്ലാത്തൊരു സ്ഥലവുമില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ കൂടെ ദൈവമുണ്ട് ബ്രദറെ എന്ന് പറയുമ്പോൾ വേറൊരാളുടെ കൂടെ ഇല്ലേ? അവിടെ ഉണ്ട്. പക്ഷെ എൻ്റെ കൂടെ ദൈവം ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ദൈവം എനിക്ക് ഫേവറബിൾ ആയിട്ടുണ്ടെന്നാണ്. ദൈവത്തിൻ്റെ പ്രസൻസിനെ കുറിച്ചല്ല അത് പറയുന്നത്, ദൈവത്തിൻ്റെ നമ്മോടുള്ള ഡിസ്പോസിഷനെ കുറിച്ചാണ്. അതായത് നമ്മോട് ദൈവം എങ്ങനെയായിരിക്കുന്നു. എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അതിനർത്ഥം ദൈവം എനിക്ക് അനുകൂലമായി ഉണ്ടെന്നാണ്. അതിനർത്ഥം ദൈവം എൻ്റെ കൂടെ ഉള്ളതുപോലെ നിങ്ങളുടെ കൂടെ ഇല്ലെന്നല്ല, നിങ്ങളുടെ കൂടെ ഉണ്ട്, പക്ഷേ എനിക്ക് അനുകൂലമായിട്ടാണ് ദൈവം നിൽക്കുന്നത് എന്നുള്ളതാണ് ആ വാക്കിനർത്ഥം. അപ്പോൾ സ്വർഗം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രസൻസ്, അവിടെ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടിയുള്ള ദൈവത്തിൻ്റെ പ്രസൻസാണ്. നരകം എന്ന് പറയുന്ന പണിഷ്മെൻറ്റോട് കൂടിയുള്ള ദൈവത്തിൻ്റെ പ്രസൻസാണ്. സോ വി ആർ പണിഷ്ഡ് ബൈ ഗോഡ്. ദ സിന്നേഴ്സ് ആർ പണിഷ്ഡ് ബൈ ഗോഡ് ഇൻ ഹെൽ. അവിടെ അപ്പോൾ നമുക്ക് വേരിയിങ് ഡിഗ്രി ഓഫ് ദൈവത്തിൻ്റെ ഗ്രേസ് അനുഭവിക്കാൻ ദൈവത്തിൻ്റെ ഓരോ രീതിയിലുള്ള പ്രസൻസ്. അപ്പോൾ ഓംനി പ്രസൻസ് എന്ന് പറയുന്നത് അങ്ങനെ ദൈവം എല്ലായിടത്തും, ദൈവം ഇല്ലാത്തൊരു സ്ഥലവുമില്ല. ബൈബിൾ പറയുന്നുണ്ട്, നീ എവിടെ പോയി ഒളിച്ചാലും ഞാൻ അവിടെ ഉണ്ട്, നക്ഷത്രങ്ങളുടെ മുകളിൽ കൂടികൂട്ടിയാൽ അവിടെ ഉണ്ട്, പാതാളത്തിൽ പോയി ഒളിച്ചാലും. കാരണം ദർ ഇസ് നോ എസ്കേപ്പിംഗ് ഫ്രം ഗോഡ്സ് ഐസ്. ദൈവമില്ലാത്ത യാതൊരു സ്ഥലവുമില്ല. ഇതിനാണ് ഓംനി പ്രസൻറ്റ് എന്ന് പറയുന്നത്. ഒരേ സമയത്ത് തന്നെ എല്ലാ സ്ഥലത്തും ദൈവമുണ്ട്. ദാറ്റ്സ് വൈ വി കോൾ ഹിം ഇൻഫിനിറ്റ്. ദൈവത്തിന് ഒരു ഫൈനൈറ്റ് ഷേപ്പ് ഓഫ് സ്പേസോ ആവശ്യമില്ല. ഈസ് നോട്ട് കൺഫൈൻഡ് ടു എ ലോക്കസ്, എ ലൊക്കാലിറ്റി. ദൈവം എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഓൾ പെർവേഡിങ് എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. സാധാരണഗതിയിൽ പാന്തീയിസ്റ്റിക് റിലീജിയൻസ്, അതായത് ഹിന്ദുയിസം പോലുള്ള റിലീജിയൻസ് പറയുന്ന പോലെ തൂണിലും തുരുമ്പിലും എല്ലാം ഉള്ള ഒരു ചൈതന്യമായിട്ടല്ല നമ്മൾ ദൈവത്തെ കാണുന്നത്. ദൈവം എല്ലായിടത്തും പ്രസൻ്റായ വ്യക്തിയായിട്ടാണ്, അതായത് പേഴ്സണലി പ്രസൻ്റാണ്. ഗോഡ് ഈസ് എ പേഴ്സൺ പ്രസൻറ്റ് എവരിവെയർ. ഇത് നമുക്ക് എളുപ്പത്തിൽ നിർവചിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, കാരണം നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളല്ല ദൈവം. ഇപ്പോൾ ദൈവം തൂണിലും തുരുമ്പിലും ഇരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആയിട്ടോ സബ്സ്റ്റൻസിൻ്റെ ചൈതന്യമായിട്ടോ അല്ല, ലിവിങ്, ടോക്കിംഗ്, ഇൻട്രാക്റ്റിംഗ്, ഇൻ്റർഫിയറിങ് പേഴ്സൺ ആയിട്ടാണ് ദൈവത്തെ നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലായിടത്തും ദൈവത്തിന് അത് സാധിക്കും, ഒരേ സമയത്ത് സാധിക്കും. ലോകത്തുള്ള എല്ലാ ആരുടെയും ചിന്തകളെ മനസ്സിലാക്കാൻ ദൈവത്തിന് സാധിക്കും. ഈ മരിച്ചുപോയ വിശുദ്ധന്മാരുടെ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലോജിക്കൽ മിസ്റ്റേക്കിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിക്കാനിടയായി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിശുദ്ധൻ നിങ്ങളുടെ ഒരു ചർച്ചിൽ പ്രാർത്ഥന നടക്കുമ്പോൾ പല ഹൃദയങ്ങളിൽ പ്രാർത്ഥന നടക്കുന്നു, പല ഏരിയയിലുള്ള രാജ്യങ്ങളിലുള്ള സ്ഥലത്ത് അതേ വിശിഷ്ട ദിവസം പ്രാർത്ഥന നടക്കുന്നു. എങ്ങനെയാണ് ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോയാൽ എവിടെ ഇരുന്നാലും ഇത്രയും ആളുകളുടെ മനസ്സറിയുന്നത്, ഇത്രയും ആളുകളുടെ പ്രാർത്ഥന കേൾക്കുന്നു, ഇത്രയും ആളുകളുടെ ആവശ്യങ്ങളെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു തന്നെ നമുക്ക് മധ്യസ്ഥനായിരിക്കുന്നത്. യേശുക്രിസ്തു മധ്യസ്ഥനായിരിക്കുന്നത് ദൈവമായതുകൊണ്ടാണ്. ദൈവത്തിന് മാത്രമേ നമുക്ക് മധ്യസ്ഥനായിരിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത്രയും മനുഷ്യരുടെ ചിന്തകൾ അറിയുകയും അത് പ്രോസസ്സ് ചെയ്യുകയും അതിനെ കാണുകയും ഹൃദയത്തിലെ ചിന്തകളെയും വികാരങ്ങളെയും വരെ ശോധന ചെയ്യുകയും ചെയ്യണമെങ്കിൽ ഓംനീഷ്യൻ്റ് ആയിട്ടുള്ള, സകലതും അറിയുന്ന, ഓംനി പ്രസൻ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെ നമുക്ക് മധ്യസ്ഥനായി വരണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു ദൈവമായേ പറ്റൂ എന്ന് പറയുന്നത്. കാരണം യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ ഇത്രയും മനുഷ്യർക്ക് മധ്യസ്ഥനാകാൻ സാധിക്കില്ല. ദൈവത്തിനും മനുഷ്യരുടെയും ഇടയിൽ മധ്യസ്ഥനെന്ന ഏക നാമം വന്നു കഴിയുമ്പോഴേക്കും ഹി ഹാസ് ടു ബി ഗോഡ്. അതേസമയത്ത് ഇസ്രായേലിൻ്റെ മധ്യസ്ഥനായിട്ട് മോശ നിൽക്കുമ്പോൾ മോശ ദൈവത്തെ പോലെ ആയി അവർക്ക്, പക്ഷേ ദൈവമാകേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വിസിബിളാണ് കമാൻഡ്മെൻറ്റ്സ്, അതായത് കാണാവുന്ന രീതിയിലാണ് എല്ലാം ഉള്ളത്. ഒരു മനുഷ്യന് ദൈവത്തിനും അവർക്കും ഇടയിൽ നിൽക്കാൻ പറ്റും. എന്നാൽ ഇന്ന് പുതിയ നിയമത്തിൽ സകല ലോകത്തിനും രക്ഷ വന്ന പുതിയ നിയമത്തിലെ ആ ഉടമ്പടി പ്രകാരം ഒരു മധ്യസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മധ്യസ്ഥൻ തീർച്ചയായിട്ടും യേശുക്രിസ്തു, ദൈവം എന്ന യേശുക്രിസ്തു അല്ലാതെ വേറെ ആരും
ആർക്ക് സാധിക്കില്ല. പ്രിയ സഹോദരങ്ങൾ, അതുകൊണ്ടാണ് ഈ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ലോജിക്കൽ എറർ. ഇവിടെ കോട്ടയത്ത് അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് 3 പള്ളികളുണ്ടെങ്കിൽ 3 സ്ഥലത്തും കഴിക്കുന്ന പ്രാർത്ഥനകൾ ഒരുപോലെ പ്രസൻ്റായിരുന്നു കേൾക്കാൻ ഒരു വിശുദ്ധനും കഴിയുകയില്ല. ഒരു വിശുദ്ധൻ്റെ പെരുന്നാളിൽ ലോകമെമ്പാടുമുള്ള വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് പ്രാർത്ഥന നടക്കുമ്പോൾ ഇദ്ദേഹം എവിടെ ഇരുന്ന് കേൾക്കും? കാരണം എല്ലാ മനുഷ്യരും ഫൈനൈറ്റ് ബീയിങ്സ് ആണ്. നോ മാൻ ഈസ് ഓംനി പ്രസൻറ്റ്, നോ മാൻ ക്യാൻ ബി ഓംനി പ്രസൻറ്റ്. ഒരാൾക്ക് പോലും വീണ്ടും സ്വർഗത്തിൽ ചെന്നാൽ പോലും ഓംനി പ്രസൻ്റ് ആയിരിക്കാൻ സാധിക്കില്ല. കാരണം ദൈവത്തിന് മാത്രമുള്ള ഒരു ആട്രിബ്യൂട്ടാണ് സകലയിടത്തും പ്രസൻ്റ് ആയിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും ഈ വിശുദ്ധന്മാരോടാണ് പ്രാർത്ഥിക്കുമെന്ന് തോന്നുമെങ്കിലും ഇതെല്ലാം മാനസിക വ്യാപാരങ്ങളാണ്. ഈ പറയുന്ന ആൾക്കാരൊന്നും അവിടെ എങ്ങും ഇല്ല. ഈ നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്ന ചർച്ചുകളിൽ അല്ലെങ്കിൽ മധ്യസ്ഥന്മാരായിട്ട് വെച്ചിരിക്കുന്ന പ്രതിമകൾ വെറും പ്രതിമകൾ മാത്രമാണ്. അവിടെ അതിനകത്ത് ആളില്ല, അവിടെ എങ്ങും ആരുമില്ല. കാരണം ആ വിശുദ്ധന്മാരെല്ലാം റെസ്റ്റിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനൊന്നും അവർക്ക് സമയമില്ലെന്ന് മാത്രമല്ല, ഇതൊന്നും ശ്രദ്ധിക്കാനും അവരെ കൊണ്ട് സാധ്യവുമല്ല. കാരണം ആ ഫൈനൈറ്റ് ബീയിങ്സ്, അവർക്ക് എൻ്റെ ചിന്തകൾ മനസ്സിലാവില്ല, എൻ്റെ വേദനകൾ മനസ്സിലാവില്ല, അത്രയുള്ള കഴിവുകൾ അവർക്കില്ല. അത് ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഇപ്പോൾ ഓംനി പ്രസൻസ് ഓഫ് ഗോഡ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവം ആര്, ദൈവത്തെ മനുഷ്യരുമായി സൃഷ്ടിയുമായി വേർതിരിക്കുന്ന എന്ത് എന്നുള്ളത് നമുക്ക് വ്യക്തമാകും. നമ്മൾ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയും തോറും നമ്മുടെ അന്ധവിശ്വാസങ്ങൾ, തെറ്റായ വിശ്വാസങ്ങൾ ഒക്കെ, യുക്തിക്ക് നിരക്കാത്ത വിശ്വാസങ്ങളെല്ലാം ഇല്ലാതായി പോകും. വേദപുസ്തകം എത്ര യുക്തിസഹമായിട്ടാണ് ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. അവിടെ യുക്തിയില്ലാത്തൊന്നുമില്ല. എന്നാൽ പലപ്പോഴും മതങ്ങളിൽ ഭയങ്കര യുക്തിയില്ലായ്മകൾ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ യുക്തിയില്ലായ്മയാണ് ഒരു ദിവസം ഒരു സഹോദരനോട് പറയാണ്, ഞാൻ ഉണ്ണീശോയും ഈശുമശിഹായും എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഉണ്ണീശോയും യേശുമശിഹായും എങ്ങനെയാണ് ഒന്നിച്ച് വരുന്നത്? 2 പേരാണോ അത്? അതൊന്നും ആരും അന്വേഷിക്കുന്നില്ല. കാരണം ഇൻ ദ റിലീജിയൻ നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ഒരു ഇറാഷണലാണ്, യുക്തിയില്ലാത്തൊരു കാര്യമാണ്. ഉണ്ണി ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആരോട്? വലിയ യേശുവിനോട്. ഞാൻ പല സമയത്തും ആലോചിച്ചിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? ബാലയേശു, ഉണ്ണീശോ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ണി ഈശോയുടെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഉണ്ണീശോ വലുതായി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, തേജസ്സിൽ സ്വർഗത്തിലിരിക്കുന്ന ഒരു കർത്താവ് മാത്രമല്ലേ നമുക്കുള്ളൂ. പക്ഷെ അത് പല രീതിയിൽ ആളുകൾ പ്രതിഷ്ഠിക്കുന്നത് ആലോചിച്ച് നോക്കി. ഇതൊക്കെ എത്ര യുക്തിയില്ലാത്ത കാര്യമാണ്. ഈ യുക്തിയില്ലാത്ത കാര്യങ്ങളാണ് മതത്തിനകത്തുള്ളത്. ആർക്കും ചോദ്യം ചോദിക്കാൻ ധൈര്യവുമില്ല. ചോദിച്ചു കഴിഞ്ഞാൽ മതത്തിൽ നിങ്ങൾ ഔട്ടാവും. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ സുവിശേഷം യുക്തിസഹമാണ്, യുക്തിഭദ്രമാണ്. അതിനകത്ത് ഇങ്ങനെയുള്ള യാതൊരു മിസ്റ്റേക്കുകളുമില്ല. കാരണം ആ ഒരു കർത്താവിൻ്റെ സത്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരായി മാറും. നമുക്ക് അനാവശ്യമായ ആചാരപരമായ കെട്ടുപാടുകളുടെ ആവശ്യമില്ല. വി ആർ ഫ്രീ ഇൻ ദ ലോർഡ്. ഓക്കെ. അപ്പോൾ കർത്താവിൻ്റെ ഓംനി പ്രസൻസ്, അതുപോലെ കർത്താവിൻ്റെ യൂണിറ്റി എന്ന് പറയുന്നത്, ഈ യൂണിറ്റി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം, പല ആട്രിബ്യൂട്ട്സ് ദൈവത്തിനുണ്ടെങ്കിൽ അതെല്ലാം എല്ലാ സമയത്തും ഉണ്ടെന്നുള്ളതാണ്. ഗോഡ് ഈസ് എ യൂണിഫൈഡ് ബീയിങ്. ഓക്കെ. നമ്മൾ പല സ്ഥലത്തും ദൈവത്തിൻ്റെ പല ആട്രിബ്യൂട്ട്സും കൂടുതൽ എംഫസൈസ് ചെയ്തിട്ട് ഊന്നി പറയുന്നതായിട്ട് നമുക്ക് കാണാം. ചില സമയത്ത് കർത്താവിൻ്റെ കരുണ ഭയങ്കരമായിട്ട് ഫ്രണ്ടിലേക്ക് നിൽക്കുന്നതായിട്ട് കാണാം. ചില സമയത്ത് കർത്താവിൻ്റെ ക്രോധം മുമ്പിലേക്ക് വന്ന് നിൽക്കുന്ന കാണാം. പക്ഷെ ദൈവത്തിൻ്റെ ക്രോധം, ഇപ്പം നിങ്ങൾ കാത്തലിക് റിലീജിയനിൽ വ്യാകുല മാതാവുണ്ട്. ദൈവം മറിയം ഡോളറസ്, അതായത് ദുഃഖത്തോടിരിക്കുന്ന ആണ്. ചിലത് സാന്താ മരിയയുണ്ട്, അവിടെ ശാന്തമായിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആട്രിബ്യൂട്ട്സ്, അതായത് ഗുണങ്ങൾ സെപ്പറേറ്റഡ് ആണ്. ഒരു സ്ഥലത്ത് ഇതുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് അതില്ല, വേറെ സ്ഥലത്ത് വേറെ രീതിയിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പല മതങ്ങളിലും അങ്ങനെയാണ്. ഓരോ ഇമോഷൻസിനെയാണ് പ്രതിഷ്ഠിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവം അങ്ങനെയല്ല. ദൈവത്തിന് എല്ലാ സമയത്തും അവൻ്റെ എല്ലാ ആട്രിബ്യൂട്ട്സും ഒരുപോലെ ഉണ്ട്. പ്രദർശിപ്പിക്കപ്പെടുന്ന പലതാണെങ്കിലും അത് പ്രതിഷ്ഠിക്കപ്പെടുന്നില്ല. കാരണം ദൈവത്തിന് ഒരു യൂണിഫൈഡ് നേച്ചറാണ്. വൺ ഗോഡ്. ആ ദൈവം സ്നേഹമാണ്, കരുണയാണ്. അത് മാറുന്നില്ല ഒരിക്കലും. ഈ ക്രോധത്തോടെ നിൽക്കുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം മാറുന്നില്ല. ദൈവം ശിക്ഷിക്കുമ്പോഴും അവൻ്റെ സ്നേഹം ഓഫാകുന്നില്ല. ആ കർത്താവ് ഇമ്മൻസ്ലി ജോയ്ഫുള്ളാണ്. അവൻ്റെ ഉള്ളിൽ വലിയൊരു ആനന്ദമുണ്ട്. കാരണം ദൈവം എപ്പോഴും എല്ലാ നന്മകളുടെ ഉറവിടമാണ്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും മാറുന്നില്ല. അപ്പോൾ ദൈവം മാറാത്തവനാണ്. ദൈവത്തിൻ്റെ എല്ലാ ആട്രിബ്യൂട്ട്സും ഒരുപോലെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പല ഇമോഷൻസിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കാൻ സാധിക്കില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഇൻകമ്മ്യൂണിക്കബിൾ, അതായത് മനുഷ്യരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ദൈവിക ഗുണങ്ങളായിട്ട് കാണുന്നത്. ഇതിന് അനേക റെഫറൻസസ് ഉണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 1-2 റെഫറൻസസ് പറഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ ഓംനി പ്രസൻസിനെ കുറിച്ച്, സർവ്വവ്യാപിത്വത്തെക്കുറിച്ച് സങ്കീർത്തനം 139-7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കാണാം.
139 7 മുതൽ 10 വരെ. അവിടെ എവിടെ പോയി ഒളിച്ചാലും കർത്താവ് അവിടെ ഉണ്ട് എന്ന് പറയുന്ന ഭാഗമാണ്. പുറപ്പാട് പുസ്തകം 34 6 മുതൽ 7 വരെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഒരിടത്ത് സമ്മേളിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ അനേകം വാക്യങ്ങൾ നിങ്ങൾ വേദപുസ്തകത്തിൽ ഇതെല്ലാം ക്രോഡീകരിച്ചാണ് നമ്മളൊരു വ്യവസ്ഥാപിതമായ ദൈവശാസ്ത്രം ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സിനെ കുറിച്ചാണ്. അതായത് ദൈവം എന്ത് ഗുണങ്ങളാണ് നമുക്ക് തരുന്നത്. ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്, അതായത് നമ്മളിലേക്ക് കർത്താവ് പകർത്തുന്ന ആട്രിബ്യൂട്ട്സ്, നമുക്ക് തരുന്ന, നമ്മൾക്ക് അതിൻ്റെ പങ്കെടുക്കാൻ പറ്റുന്ന ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്വഭാവ സവിശേഷതകളിൽ നമ്മളിലേക്ക് പകരുന്ന സ്വഭാവ സവിശേഷതകൾ. ഇതാണ് നമ്മളെ വിശുദ്ധരാക്കുന്നത്. നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് നമ്മുടെ കുറച്ച് നല്ല പ്രവൃത്തികളാണ് നമ്മൾ വിശുദ്ധരാക്കുന്നതെന്നാണ്. അത് തികച്ചും തെറ്റാണ്. കാരണം കർത്താവ് പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്നാണ്. അതായത് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ഫലമാണ് നമ്മുടെ വിശുദ്ധി. കർത്താവ് എങ്ങനെയാണോ ആ ക്യാരക്ടർ നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ വിശുദ്ധരാകുന്നത്. അത് നമ്മൾ കുറച്ച് സൽപ്രവൃത്തികൾ ചെയ്യുമ്പോഴല്ല. എല്ലാ മതങ്ങളിലും സൽപ്രവൃത്തികൾ എന്ന് പറയുന്നത് മനുഷ്യനിൽ നിന്നുണ്ടാകുന്നതാണ്. അവർ വിചാരിക്കുന്ന പ്രവർത്തിച്ച് നമുക്ക് വിശുദ്ധരാകാൻ സാധിക്കുമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ നമ്മളിലേക്ക് വരുമ്പോഴാണ്, അത് ക്രിസ്തുവിൻ്റെ ക്യാരക്ടർ നമ്മളിലേക്ക് വരുമ്പോഴാണ് അത് തികച്ചും നമ്മളിൽ നിന്നല്ല, വെളിയിൽ നിന്നാണ്. എക്സ്ട്രാ നൗസ് എന്ന് പറയും. അതായത് അകത്തു നിന്നല്ല അത് വരുന്നത്. അത് നമ്മുടെ രക്ഷ പൂർണ്ണമായും, നമ്മുടെ വിശുദ്ധീകരണം പൂർണ്ണമായും വെളിയിൽ നിന്ന് തന്നെയാണ്. അത് ക്രിസ്തുവിൽ നിന്ന് തന്നെയാണ് വരുന്നത്. നമ്മൾ അകത്തുനിന്നുള്ള നന്മയല്ല നമ്മളെ കർത്താവിന് മുമ്പിൽ നിർത്തുമാറാക്കുന്നത്. ദൈവം നമുക്ക് തരുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കമ്മ്യൂണിക്കബിൾ നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, നമ്മളിലേക്ക് പകർത്തുന്ന ആ സ്വഭാവ സവിശേഷതകളാണ് ശരിക്കും നമ്മളെ വിശുദ്ധരാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ നന്നായി ജീവിക്കുകയോ ഇമ്പ്രൂവ് ചെയ്ത് ജീവിക്കുകയോ ചെയ്യുന്നതുകൊണ്ടൊന്നും നമുക്ക് വിശുദ്ധരാകാൻ സാധിക്കില്ല. നമ്മൾ മരിച്ച് ക്രിസ്തു നമ്മിൽ വസിക്കണം. നമ്മൾ രക്ഷയുടെ കാര്യം പറഞ്ഞപ്പോൾ പലപ്പോഴും അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നമ്മളിലെ ഒരു നല്ല ഗുണങ്ങളുമല്ല, നമ്മൾ മരിച്ച് ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഗുണങ്ങൾ നമ്മളിലേക്ക് ആത്മാവ് പകർത്തുമ്പോൾ അങ്ങനെ ലഭിക്കുന്ന ആ ക്യാരക്ടറാണ് ശരിക്കും നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത്. ഇന്ന് മനുഷ്യർ പലപ്പോഴും വിശുദ്ധി എന്നതിനെ കാണുന്നത് കുറച്ച് പ്രവൃത്തികളായിട്ടാണ്. പ്രത്യേകിച്ച് അതിന് പല മാനദണ്ഡങ്ങളും വെക്കാറുണ്ട്. വെള്ള വസ്ത്രം, അങ്ങനെ പലതും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല വിശുദ്ധി എന്ന് പറയുന്നത് സ്പിരിച്വൽ സാങ്ക്ടിഫിക്കേഷൻ, അതായത് സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദ സ്പിരിറ്റ്. നമ്മൾ 1 പത്രോസിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ കാണുന്ന പോലെ ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കുവാൻ വേണ്ടി എന്ന് പറയുന്ന വാക്ക്, അതാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവം എന്തെല്ലാം സ്വഭാവവിശേഷങ്ങൾ നമ്മളിലേക്ക് ക്രിസ്തുവിലൂടെ പകർത്തുന്നുണ്ട്. നമുക്കറിയാം, കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതയും അവനിൽ ദേഹരൂപമായി വസിക്കുന്നു എന്നാണ് കൊളോസി ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ ദേഹരൂപമായി ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതയുമുണ്ട്. അതിൽ നമ്മളിലേക്ക് പകർത്തുന്ന സമ്പൂർണ്ണതകളാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ലൈഫിൽ കാണുന്നത്. ബാക്കിയുള്ള ആട്രിബ്യൂട്ട്സ് നമ്മൾ കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കർത്താവ് ഇൻവിസിബിൾ ആക്കി വെച്ചിരിക്കുന്നത്, അതായത് ഉപയോഗിക്കാത്ത രീതിയിൽ വെച്ചിരിക്കുന്നു മനുഷ്യാവതാരത്തിൽ. അപ്പോൾ മനുഷ്യൻ എന്ന ശരീരത്തിലേക്ക് ലിമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കർത്താവിന് എല്ലാ ആട്രിബ്യൂട്ട്സും അപ്പോഴും ഉണ്ടെങ്കിലും കർത്താവ് എല്ലാം ഉപയോഗിക്കുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ നമുക്കറിയാം. ഓംനീഷ്യൻസ്, ഇപ്പോൾ ഉദാഹരണത്തിന് വേറൊരാളുടെ ഹൃദയത്തിൽ കൂടി പോകുന്ന ചിന്തകൾ കർത്താവിന് വായിക്കാമായിരുന്നു. അതുപോലെ അനേകം കാര്യങ്ങൾ കർത്താവ് കടലിന് മുകളിൽ നടക്കുമ്പോൾ സ്പേഷ്യൽ ഡൈമെൻഷൻസിനെ കർത്താവ് അതിന് മുകളിൽ കർത്താവ് എന്ന് കാണിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ കർത്താവിൻ്റെ ലൈഫിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ആണ്. എന്നാൽ നിത്യനായ ദൈവത്തെ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് എന്ന ആ ഹ്യൂമൻ ബീയിങ്ങിലേക്കല്ല, ഗോഡ് ആസ് എ ട്രയൂൺ ബീയിങ് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ നിത്യശക്തിയും നമ്മളിലേക്ക് പകർത്താത്ത ദൈവത്തിൻ്റെ ആ ഗുണവിശേഷങ്ങളുമാണെങ്കിൽ, ക്രിസ്തുവിലേക്ക് നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മളിലേക്ക് പകർത്തുന്ന ദൈവിക ഗുണങ്ങളുടെ ഒരു വലിയ സമ്മേളനം നമുക്ക് ക്രിസ്തു എന്ന വ്യക്തിയിൽ കാണാം. അതുകൊണ്ടാണ് ക്രൈസ്റ്റ് അലോൺ എന്ന് നമ്മൾ പറയുന്നത്. ക്രിസ്തു തന്നെയാണ് നമ്മുടെ നീതിയും വിശുദ്ധിയും വീണ്ടെടുപ്പും എന്ന് പറയുന്നത്. കർത്താവ് തന്നെ നമ്മുടെ നീതീകരണവും വിശുദ്ധീകരണവുമായി മാറി എന്ന് പറയാനുള്ള കാരണം ദൈവത്തിൻ്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളും യേശു ക്രിസ്തുവിൽ സമ്മേളിക്കുന്നത് നമുക്ക് കാണാം. ആ കർത്താവ് നമ്മുടെ സ്വന്തമാണ്. പുത്രത്വത്തിൻ്റെ ആത്മാവിനാൽ നമുക്ക് യേശു കർത്താവ് ഈ നന്മകളെല്ലാം നൽകുന്നു. അപ്പോൾ വിശുദ്ധീകരണത്തെ ഒരിക്കലും നമ്മൾ നമ്മുടെ ഒരു പ്രവൃത്തിയായിട്ട് കാണരുത്. നമ്മൾ തോറ്റുപോകും. ഒരിക്കലും അവിടെ എത്താൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ കർത്താവിൻ്റെ ആ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലൂടെയാണ് നമ്മൾ ആ കൃപ പ്രാപിക്കുന്നത്. എന്തൊക്കെയാണ് കർത്താവിൻ്റെ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്, അതായത് നമ്മളിലേക്ക് പകർത്തുന്ന ഗുണങ്ങൾ? ഒന്നാമത്തേത് സ്പിരിച്വാലിറ്റി എന്ന് പറയും. അതായത്
ആത്മീക ഗുണങ്ങൾ. നമ്മൾ ജഡീക മനുഷ്യരായിട്ടാണ് ജീവിക്കുന്നത്, ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ കർത്താവിന് ജഡശരീരത്തെ ആസ്പദമാക്കി ജീവിക്കേണ്ട കാര്യമില്ല. കർത്താവ് ഒരു സ്പിരിച്വൽ ബീയിങ് ആണ്. അതുപോലെ തന്നെ നമ്മളിലേക്ക് പകരുന്ന ഒരു കാര്യമാണ് കർത്താവിൻ്റെ സ്പിരിച്വാലിറ്റി, ദാറ്റ് സ്പിരിച്വൽ നേച്ചർ, ആത്മീക സ്വഭാവം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർക്ക്, യോഹന്നാൻ്റെ 4:24, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ഇനി ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സോ വി ആർ കോൾഡ് ഫോർ എ സ്പിരിച്വൽ വർഷിപ്പ്. ഓക്കെ, അപ്പോൾ ദൈവം ആത്മാവാണ്. ദൈവത്തിന് പ്രത്യേകമായ സ്പേഷ്യൽ ഡൈമെൻഷൻസ് ഇല്ല. അതായത് നീളം, വീതി, ഉയരം ഇങ്ങനെയൊന്നുമില്ല. താമസിക്കാൻ ഒരു പ്രത്യേക സ്ഥലം ആവശ്യമില്ല. ദൈവം അങ്ങനെ ആത്മാവാണ്. ഗോഡ് ഈസ് സ്പിരിറ്റ്. അപ്പോൾ നമുക്ക് എന്ത് പറ്റുന്നു? നമുക്കും അതേ ആത്മീക സ്വഭാവം തരുന്നു. ഇതാണ് പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത. പുതിയ നിയമത്തിലെ വർഷിപ്പിൻ്റെ പ്രത്യേകത. വി നോ ഗോഡ് ബൈ അവർ സ്പിരിറ്റ് എന്നുള്ളതാണ്. നമ്മളുടെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന ആത്മാവിനാൽ നമുക്ക് ദൈവത്തെ അറിയാം. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന, ആത്മീക സ്വഭാവം എന്ന് പറയുന്നത്, ആത്മാവിനാൽ നടത്തപ്പെടുന്ന ആ ഒരു സ്വഭാവം ദൈവം നമുക്ക് തരുന്ന ദാനമാണ് സ്പിരിച്വാലിറ്റി. ഓക്കെ, അപ്പോൾ ദൈവം വസ്തുക്കളാൽ നിർമ്മിക്കപ്പെട്ട ആളല്ല. ദൈവം ആത്മാവാണ്. ദൈവത്തെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ദൈവം ആത്മാവാണ്. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിൽ നമസ്കരിക്കാൻ പറ്റുന്നവരാണ്. കാരണം അവർക്കൊരു ആത്മീക സ്വഭാവം ദൈവം നൽകുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് മെൻ്റൽ ആട്രിബ്യൂട്ട്സ്, മാനസികമായിട്ടുള്ള ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, അറിവ്, നോളജ്. ദൈവത്തിന് ഉള്ള അറിവെന്ന് പറയുന്നത് അപരിമേയമാണ്. അതിനെ നമ്മൾ സർവജ്ഞാനം എന്നാണ് വിളിക്കുന്നത്. ഈ സർവജ്ഞാനം നമുക്കില്ലല്ലോ, ഒരു കാരണവശാലും ഉണ്ടാവില്ല. ഇപ്പോൾ വേറൊരാളുടെ ചിന്തകൾ വായിക്കാൻ നമുക്ക് സാധിക്കില്ല. വേണേൽ കുറച്ചൊക്കെ ഗസ് ചെയ്യാം, പക്ഷെ അത് വായിച്ചെടുക്കാൻ കഴിയില്ല. വേറൊരാളെ മനസ്സിലാക്കാൻ നമുക്ക് പരിമിതിയുണ്ട്. നാളെ എന്താ നടക്കുന്നത് നമുക്കറിയില്ല, പക്ഷെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റും. എന്നാൽ പൂർണ്ണമായി ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ദൈവം അവൻ്റെ സർവജ്ഞാനത്തിൽ നിന്ന് നമുക്കിലേക്ക് പകരുന്നുണ്ട് ജ്ഞാനം. അതുകൊണ്ട് അതിനെ കമ്മ്യൂണിക്കബിൾ എന്ന് വിളിക്കുന്നത്. നമുക്കും ജ്ഞാനം ലഭിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനം അപരിമിതമാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും, പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം ദൈവത്തിന് ഒരുപോലെ അറിയാം. അതാണ് ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൻ്റെ പ്രത്യേകത. എന്താണ് പാസ്റ്റ്, എന്താണ് പ്രസൻറ്റ്, എന്താണ് ഫ്യൂച്ചർ, ഇത് മൊത്തം ദൈവത്തിന് അറിയാം. അതായത് ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ആദം പാപം ചെയ്യുന്ന കാര്യം ദൈവത്തിനറിയാം. അതുപോലെ തന്നെ യേശു കർത്താവ് ക്രൂശിൽ മരിക്കുന്നതും ദൈവത്തിനറിയാം. ഇപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിനറിയാം. ഇത് ഒരേ സമയം ദൈവം കണ്ടിട്ടുണ്ട്. ദൈവത്തിന് എല്ലാ സമയത്തും ഇതെല്ലാം അറിയാം. ടൈം തീരുന്നത് പറയാം. ദൈവത്തിൻ്റെ കണ്ണിനൊന്നും മറിഞ്ഞിരിക്കുന്നില്ല. അത്ര വലുതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം, അറിവ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് ഒന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവത്തോട് പറയുമ്പോൾ കൊട്ടേഷനൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം. ഇന്ന വാക്യത്തിൽ ഇന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ കർത്താവ് അത് മറന്നുപോയി കാണും, എന്നൊന്ന് ഓർപ്പിച്ചേക്കാം. കർത്താവെ, വാഗ്ദത്തങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഒന്ന് ഓർപ്പിച്ചേക്കാം. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഇതൊന്നും ദൈവത്തെ ഓർപ്പിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് അറിയാൻ വയ്യാത്തതായിട്ടൊന്നുമില്ല. നമ്മൾക്ക് ഒരു ഉപദേശം ദൈവത്തിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എന്നെ ഇങ്ങനെ ചെയ്താൽ നിന്നെ മാനിക്കും ഞാൻ. ഇതൊക്കെ ദൈവത്തിന് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ നീഡ് എന്താണ്, നാളെ എന്താ വേണ്ടത്, ഇതെല്ലാം ദൈവത്തിന് അറിയാം. ദൈവത്തിന് അറിയാൻ വയ്യാത്ത മറിഞ്ഞിരിക്കുന്നതുമായിട്ട് ഒന്നുമില്ല. അങ്ങനെ ഒരു ദൈവത്തെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒത്തിരി ആകുലതകളും ഭാരങ്ങളും എല്ലാം പോകും. കാരണം എല്ലാം ദൈവത്തിന് അറിയാമെങ്കിൽ, അവൻ നമ്മുടെ പിതാവാണെങ്കിൽ പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ദൈവത്തിന് അറിയാൻ വയ്യാത്തതായിട്ട് ഒന്നുമില്ല. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ, ടെൻഷൻസ്, ആകുലതകൾ, ഭയങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന അവഗണനകൾ, ഇതെല്ലാം ദൈവത്തിന് ഒരേ സമയത്ത് തന്നെ അറിയാം. അതുകൊണ്ട് നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഒറ്റ പ്രവൃത്തിയിലൂടെ ദൈവത്തിന്, ഒറ്റ കാഴ്ചയിലൂടെ ദൈവത്തിന് സകലതിനെയും വിവേചിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഓംനീഷ്യൻസ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ഗിഫ്റ്റാണ്. ആത്മാവിലൂടെ ഈ ദൈവത്തെ അറിയാൻ പറ്റും എന്നുള്ളത്. അത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റും ഒരു പരിധി വരെ, മുഴുവനായിട്ടല്ല. നമുക്ക് എന്തുമാത്രം വേണമോ അത്രയും. അപ്പോൾ നമ്മുടെ ബീയിങ്ങിന് ആവശ്യമായിട്ടുള്ള അത്രയും ദൈവിക ജ്ഞാനം നമുക്ക് കർത്താവ് തരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ നോളജിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അതായത് ജ്ഞാനം. ഇനി അടുത്തത് പരിജ്ഞാനം. ഈ പരിജ്ഞാനം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ വിസ്ഡം എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ദൈവത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയും. ഗോഡ് ഈസ് ഇൻഫിനിറ്റ്ലി വൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് വിസ്ഡം ആവശ്യമാണ്. +2 കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 10th ക്ലാസ് കഴിഞ്ഞാൽ ഏത് ഡിവിഷനിലോട്ട് പഠിക്കാൻ മാറണം, കരിയർ ഗോൾസ് എന്തൊക്കെയാണ്, ആരെ വിവാഹം കഴിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മനുഷ്യർക്കൊരു വിസ്ഡമുണ്ട്. ഈ വിസ്ഡം എന്ന് പറയുന്നത് ശരിക്കും ബുദ്ധി അല്ലെങ്കിൽ വിവേകബുദ്ധി. ഈ വിവേകബുദ്ധി എന്ന് പറയുന്നത്
മനുഷ്യർക്കുണ്ട്. അവർ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ച് നോക്കി, ദൈവത്തിൻ്റെ വിവേകബുദ്ധി എന്തായിരിക്കും? നിങ്ങൾ എന്ത് ചെയ്യണമെന്നായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത്? എന്ത് ചെയ്യണം, ആരെ വിവാഹം കഴിക്കണമെന്നായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത്? ഈ ദൈവത്തിൻ്റെ വിവേകബുദ്ധിയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അതെത്ര ഭയങ്കരമായിരിക്കും, എത്ര മനോഹരമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ മനോഹരമായ ദൈവിക വിവേകം, ആ വിവേകമാണ് ഈ ഭൂമിയെ മുഴുവൻ ചലിപ്പിക്കുന്നത്, പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തരുന്നത്, ജീവിതത്തിൽ ഏത് കോഴ്സിലൂടെയാണ് നിങ്ങൾ പോകേണ്ടത്, കർത്താവ് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തുവാൻ എന്നെല്ലാം ദൈവം തിരഞ്ഞെടുത്ത് തരുന്ന ഇൻഫിനിറ്റ് വിവേകത്തിൽ നിന്നാണ്. നമുക്ക് വിവേകത്തിൻ്റെ ഇത്തിരി ഭാഗങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ പ്രപഞ്ചത്തെ മുഴുവൻ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ മാക്രോ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത് വലിയ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇത്രയോ വലിയ ഗോളങ്ങളെ നോക്കുമ്പോൾ, ഈ പ്രപഞ്ചത്തെ നോക്കുമ്പോൾ, ഇത്ര ദൂരെയുള്ള നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ, ഒരിക്കലും കണ്ണെത്താത്ത രീതിയിലുള്ള പ്രപഞ്ചത്തിൻ്റെ അഗാധത നോക്കുമ്പോൾ എത്ര ഭയങ്കരമാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന്. അത് ശരിയാണ്. പക്ഷെ അതുപോലെ തന്നെ അത്ഭുതമല്ലേ മൈക്രോ വേൾഡ് എന്ന് പറയുന്നത്? അതായത് നമുക്ക് കാണാൻ പറ്റാത്ത ലോകത്തിൽ ഒരു വൈറസ് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്ന ദൈവം, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളുടെ അകത്ത്, നമ്മുടെ ഓരോ ഹൃദയത്തിൻ്റെ ഓരോ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും അറിയുന്ന ദൈവം. ആ മൈക്രോ പ്രോസസ്സിങ്ങും മാക്രോ പ്രോസസ്സിങ്ങും ഒരുപോലെ ചെയ്യുന്ന വിസ്ഡം, എന്നിട്ട് ഈ ലോകത്തെ എല്ലാം ഒരേപോലെ കൊണ്ട് നടക്കുന്ന ദൈവത്തിൻ്റെ വിസ്ഡം, ഇത് അത്ഭുതകരമാണ്. നമുക്കതിനകത്ത് ഒരു ചെറിയൊരു പെർസെൻറ്റേജ് കിട്ടുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ബുദ്ധിമാന്മാരായിട്ട് തോന്നും. പക്ഷെ കർത്താവിൻ്റെ വിവേകം അനന്തമാണ്. ആ അനന്തമായ ദൈവത്തിൻ്റെ വിവേകം എന്ന് പറയുന്നത്, അനന്തമായ ദൈവത്തിൻ്റെ അറിവെന്ന് പറയുന്നത്, ഇതെല്ലാം നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. കാരണം കർത്താവിനറിയാം എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണ്. ഒരു പിതാവ് എന്നുള്ള രീതിയിൽ എൻ്റെ ഗോൾസ്, ഞാൻ എങ്ങോട്ട് പോകണം, എങ്ങനെ ജീവിക്കണം എന്നെല്ലാം സെറ്റ് ചെയ്യാൻ ദൈവത്തിനറിയാം. നമ്മൾ ആ ദൈവത്തിൻ്റെ സെറ്റിങ്ങിലോട്ട് എത്താനാണ് പാടുപെടുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള വിസ്ഡം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ചില കാര്യങ്ങൾ കാണുവാനുണ്ട്. അത് നമ്മൾ അടുത്ത ദിവസം കാണുന്നതായിരിക്കും. ദൈവത്തെ നമ്മൾ കൂടുതൽ ആഴമായി അറിയുന്തോറും നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹവും ഉറപ്പും, നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള ഉറപ്പും വാഗ്ദത്തങ്ങളെക്കുറിച്ചുള്ള നിശ്ചയവും നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയങ്ങളിൽ ഉറപ്പിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് പുത്രനിലൂടെ അങ്ങയുടെ സ്വഭാവങ്ങളെ നൽകുവാൻ ഇഷ്ടം തോന്നി. കർത്താവ്, ഞങ്ങളെ രക്ഷിച്ച് അങ്ങയുടെ മാനപാത്രങ്ങളാക്കി ഞങ്ങളിൽ അങ്ങയുടെ സ്വഭാവത്തെ നിറയ്ക്കുവാൻ അങ്ങ് തീരുമാനിച്ചു. കർത്താവ്, അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഇന്ന് ഞങ്ങളെ കാണുന്ന പോലെയല്ല. കർത്താവിൻ്റെ കാഹളനാദം കേൾക്കുന്ന ദിവസം കർത്താവെ, അങ്ങ് എങ്ങനെ ഞങ്ങളെ ആഗ്രഹിക്കുന്നു അതുപോലെ രീതിയിൽ രൂപാന്തരപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഞങ്ങളിലേക്ക് അങ്ങയുടെ ഗുണങ്ങളെ പകർന്നു തരുന്ന ആത്മാവിൻ്റെ പ്രസൻസിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.